ആലപ്പുഴയുടെ പൈതൃകം തേടിയാണ് നമ്മളിങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളിന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ആലപ്പുഴയിലെ പുരാതന മുസ്ലിം പള്ളികളാണ്. പൊതുവെ പൊന്നാനി, കോഴിക്കോട്, മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ പൗരാണിക ശൈലിയിലുള്ള പള്ളികളൊക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ആലപ്പുഴയിലെ ഇത്തരം പള്ളികൾ വേണ്ടത്ര നമ്മുടെ അക്കാദമിക സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ സാംസ്കാരിക വേദികളുടെയൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കച്ചി മേമൻ പള്ളി. ആദ്യമായിട്ട് എന്താണ് ഈ കച്ചി മേമൻ കമ്മ്യൂണിറ്റി ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഈ പള്ളിയുടെ ആദ്യം പള്ളിയുടെ ഫുൾ പേര് കച്ചി മേമൻ നൂറാണി മസ്ജിദ് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഓക്കെ, ഞങ്ങളുടെ ഫാർ ഗ്രാൻഡ് ഫാദേഴ്സ്, ഉപ്പമാര് ഗുജറാത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഞങ്ങള് ഗുജറാത്തിൽ നിന്ന് രാജാ കേശവദാസ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. ഗുജറാത്തിൽ നിന്ന് വരാൻ ഗുജറാത്തികളൊക്കെ മറ്റേ ബിസിനസ് താല്പര്യമുള്ളവരാണ്. അതിവിടെ ആലപ്പുഴയിൽ പോർട്ടുണ്ട്, ഗുജറാത്തിന് പോർട്ടുണ്ട്. അങ്ങനെ ബിസിനസ് താല്പര്യമായിട്ട് രാജാ കേശവദാസ് ഇവിടെ ക്ഷണിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. അന്ന് ഇവിടുന്ന് സ്പൈസും മറ്റേ കൊയറും കൊപ്ര ഇതൊക്കെ ഇവിടുന്ന് കയറ്റിവിടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ കനാലൊക്കെ കാണാൻ നിങ്ങൾക്ക് ബീച്ച് മറ്റേ കടലിൽ നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്രയും വർഷം മുമ്പ് ഞങ്ങളുടെ ഉപ്പമാര് ഗുജറാത്തിൽ വന്നിട്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞത്. പിന്നെ അവർ വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ഇവിടെ അങ്ങനെ ഞങ്ങളൊക്കെ തന്നെ വന്നത്. ഇപ്പൊ ഏകദേശം എനിക്ക് 200 ഈ പള്ളിയുടെ തന്നെ നിർമ്മാണം തന്നെ പറയുന്നത് 250 വർഷത്തിലധികമായതായിട്ടാണ് പറയുന്നത്. ഞങ്ങളൊക്കെ നോക്കുന്ന മീതാൻ കല്ലേക്കൂടെ കാണുകയാണെങ്കിൽ ഈ പള്ളി നിർമ്മിച്ച ആൾക്കാരുടെ കല്ലുകളാണ് ഈ കാണുന്നത്. അത് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ ആലപ്പുഴയിൽ ഞങ്ങള് ഇപ്പൊ കുറഞ്ഞത് 150-200ഓളം കുടുംബങ്ങളായിട്ടുണ്ട്. അതുമാതിരി കല്യാണം കഴിഞ്ഞ ഫാമിലി ആയിട്ടുള്ളത് 1500-2000ഓളം മെമ്പേഴ്സ്മാർ ഇവിടെ ഉണ്ട്. ഞങ്ങള് വീട്ടിലും ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ഗുജറാത്തി ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. ഈ കച്ച് ഭാഷയാണ് സംസാരിക്കുന്നത്. അതെന്തായിരിക്കും ഭാഷയുടെ? കച്ച് ഗുജറാത്തിയോട് സിമിലാരിറ്റി ഉള്ള ഭാഷയാണ് കച്ച്. അപ്പൊ ഞങ്ങൾ അത് വന്നോണ്ട് ഇപ്പോഴും ആ ഒരു ലാംഗ്വേജ് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഞാനാണെങ്കിലും എന്റെ വീട്ടിൽ എന്റെ പിള്ളേരാണെങ്കിലും പിള്ളേരുടെ കുട്ടികളാണ് ആരാണെങ്കിലും ഞങ്ങൾ ഇതിലേക്ക് എത്താം. നമ്മുടെ മലയാളം അറിഞ്ഞുകൂടാന്നല്ല, അതുപോലെ ഞങ്ങൾ ആ ഒരു രീതിയിലാണ് ആ രീതിയിൽ ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ സെറ്റിലായി. അങ്ങനെ ബിസിനസ്സും കാര്യമൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റിലായി. ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ കൊച്ചിയിലേക്ക് പോയി. കുറച്ച് ട്രിവാൻഡ്രത്തുണ്ട് കൊച്ചിക്കാര്, പിന്നെ കൊല്ലത്തുണ്ട്. കൊല്ലത്ത് ഇപ്പൊ ജമാഅത്തുണ്ട്, പായംകുളത്തുണ്ട്, കാലിക്കറ്റിലും ഒന്നുണ്ട് ഫാമിലി ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഏകീകരണം, ഏതെങ്കിലും തരത്തിൽ കൂട്ടായ്മകളോ മറ്റെന്തെങ്കിലും കച്ചി മേമൻ സമൂഹത്തിനുണ്ടോ? ഞങ്ങള് അഖിലേന്ത്യാ ഫെഡറേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ കച്ചി മേമൻ ഫെഡറേഷൻ ഉണ്ട്. ബോംബെയിൽ ഞങ്ങൾ ഫെഡറേഷന്റെ ഹെഡൊക്കെയാണ്. ബഹുമാനം മറ്റേ നമ്മുടെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് അറിയാം, എക്സ് മന്ത്രിയായിരുന്ന പുള്ളി, മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ബന്ധപ്പെട്ട അദ്ദേഹമാണ്. അദ്ദേഹം ഞങ്ങളുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ GM ബനാദോല സാഹിബ് മുസ്ലിം ലീഗിന്റെ MP, പൊന്നാനിന്റെ MP ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഈ കച്ചി മേമനോട് ബന്ധപ്പെട്ട ആളാണ്. ഓൾ വേൾഡ് കച്ചിക്കാരുണ്ട്, കച്ചിക്കാര് ഓൾ വേൾഡിലുണ്ട്. സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. മിക്കവാറും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ കുറച്ചൊരു 3-4 മാസം മുമ്പ് ബോംബെയിൽ വെച്ചൊരു ഓൾ ഇന്ത്യ കോൺഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കച്ചി മേമൻ ജമാഅത്തിന്. അപ്പം ലോകത്തിലുള്ള എല്ലാ ആൾക്കാരോടും വരികയും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അത് പിന്നെ എന്താ പറയാ, ഒരു കൂട്ടായ്മ ഞങ്ങൾ ആൾക്കാരിലുണ്ട്. എന്നാൽ പിന്നെ ആരും ഉപദ്രവിക്കാനും ഇല്ല. കുറച്ച് സൈലന്റ് ആൾക്കാരാണ്, സൈലന്റ് ആയിട്ട്. അതായത് നമ്മൾ ആദ്യം വഴക്കിനൊന്നുമില്ല. ഇങ്ങനെ ഇപ്പൊ ഇവിടെ തന്നെ ആലപ്പുഴ ടൗണിൽ തന്നെ പറയുന്നത് അത് കച്ചിക്കാരല്ല, അവരൊന്നും പറയത്തൊന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നോ എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും അതുപോലെ തന്നെ ചരിത്രത്തിലും വർത്തമാനത്തിലൊക്കെ ഉണ്ട് താൻ. അങ്ങനത്തെ ഒരു സവിശേഷമായ ഒരു കമ്മ്യൂണിറ്റിയാണ് കച്ചി മേമൻ സമൂഹം. ഇവിടെ ആലപ്പുഴയിൽ അതിന്റെ ഒരു ശേഷിപ്പ് തന്നെയായിട്ട് ഈ പള്ളി ഇവിടെ ഞങ്ങൾ ജമാഅത്തുണ്ട്, കച്ചി മേമൻ ജമാഅത്തുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. അതെ. ഈ പള്ളിയുടെ ഭരണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട്? പള്ളിയുടെ ഭരണം എന്ന് കഴിഞ്ഞാല് മുത്തവല്ലിയാണ് മെയിൻ. ഇപ്പോഴത്തെ മുത്തവല്ലി ഞാനാണ്. അതായത് മറ്റേ ഷാഫിയിലേക്ക് മറ്റേ പ്രസിഡന്റ് എന്ന് പറയുന്ന ജമാഅത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നതാണ് പ്രസിഡന്റാണ്. പിന്നെ സെക്രട്ടറി, പിന്നെ അതുകൂടാതെ 5 കമ്മിറ്റി മെമ്പർമാര്, അതാണുള്ളത്. പിന്നെ ഞങ്ങളുടെ ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ കച്ചി മേമൻ ജമാഅത്ത് എന്ന് പറഞ്ഞത് എല്ലാ കച്ചി മേമൻ ജമാഅത്തിന്റെ അണ്ടറിലാണ് ഈ പള്ളി ആണെങ്കിലും എന്താണെങ്കിലും. ഞങ്ങളുടെ മഹൽ എന്ന് പറയുന്ന കച്ചി മേമൻ ജമാഅത്താണ് ഞങ്ങളുടെ മഹൽ. അവിടെയാണ് ഞങ്ങളുടെ മഹലായിട്ട് വരുന്നത്. പിന്നെ ഹനഫി മുസല്ലിയാണ് ഇവിടെ വരുന്നതായിട്ട്. പണ്ടൊക്കെ ഇവിടെ ഉറുദു ഇമാമിങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്റെ ഓർമ്മയിലേക്ക് ഞാൻ ഇവിടെ മദ്രസ പഠിക്കുമ്പോഴത്തേക്കും ഒരു ഉറുദു ഇമാമാണ് ഉണ്ടായിരുന്നത്. അത് ഇവിടെ ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഇമാം ക്വാർട്ടേഴ്സും തന്നെ ഉണ്ട്. അതിവിടെ സ്കൂൾ അധ്യാപകനായിരുന്നു. അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഞങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസം ഞങ്ങൾ ചെയ്തിരുന്നു.
പിന്നെ ഈ പള്ളിയുടെ വേറിട്ട മാത്രം ഉദാഹരണം പറഞ്ഞാൽ ഒരു മുസാഫർ ഖാന, അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പഴയ കാലത്ത് സമയം അറിയാൻ വേണ്ടി ഉണ്ടായിരുന്ന, അതുപോലെ തന്നെ നല്ലൊരു കുളം, അതുപോലെ ഇവിടെ ഈ ഒരു മരത്തിന്റെ സ്ട്രക്ചർ, ഇതൊക്കെ ഈ ഒരു മരമൊക്കെ എത്രമാത്രം പഴക്കം, അതുപോലെ തന്നെ ഇതൊക്കെ ഇതിന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വല്ലതും? ചെറുതായിട്ട് എന്റെ അറിവ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാനും പറഞ്ഞു കേട്ടിരിക്കുന്നതൊക്കെ ഇത് ഈ പള്ളി നിർമ്മിച്ച ആ സമയത്ത് 250 വർഷത്തിന് മുമ്പ് ഇത് അന്ന് അവിടെ നിന്നുള്ള ഐ മീൻ ഗുജറാത്തിൽ നിന്നും ബോംബെ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തി പണിയിച്ചായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഒറ്റ പീസാണെന്ന് പറയുന്നത്. ഈ പില്ലറൊക്കെ ഒറ്റ പീസായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പൗരാണികമായിട്ട് കുറെ പറയുന്ന പോലെ അവിടെ തന്നെ പണിക്കാരെ കൊണ്ടുവന്ന് ഇവിടുന്ന് ചെയ്യിച്ചു. ഞങ്ങൾ ഇത് ജസ്റ്റ് മെയിൻ എനിക്കിപ്പം 60 വയസ്സായി. ഒരു 40-45 വർഷമായിട്ട് ഞാൻ ഈ പള്ളിയൊക്കെ ഇങ്ങനെ വന്ന് എഴുതുന്ന ആളാണ്. എനിക്ക് ഏകദേശം ആ സമയമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറേയൊക്കെ എനിക്കറിയാം. ഇതിനകത്ത് ഞങ്ങൾ വേറെ ഒരു പൊളിച്ചു പണിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സമയാസമയമുള്ള മെയിൻ്റനൻസും കാര്യം ചെയ്യുന്നില്ല. വേറെ ഒന്നും ഞങ്ങൾ ഇതിനകത്തും ചെയ്യാറൊന്നുമില്ല. പിന്നെ ഈ പള്ളിയുടെ ഒരു വൃത്തിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ഭംഗി, പ്രകൃതി ഭംഗി കൊണ്ടും അതുപോലെ തന്നെ പച്ചപ്പും, ഏതൊരാൾക്കും പള്ളിയിലേക്ക് കയറി വരാനും അല്ലെങ്കിൽ ഒരു സമാധാനത്തോടു കൂടി ഇരിക്കാനും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് വന്നാൽ ഒരു മനസ്സിനൊരു ശാന്തി പോലെ, യഥാർത്ഥത്തിൽ പള്ളി കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ ലഭ്യമാകുന്നത്. അപ്പോൾ അതാണ് കമ്മിറ്റിയുടെ ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും വിഷയത്തിൽ. കമ്മിറ്റിയുടെ ഉണ്ട്, അതിലുപരി ഇത് വെച്ച ആൾക്കാരുടെ നീയത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ശരിയല്ലേ. കമ്മിറ്റി ഇപ്പൊ ഇന്ന് ഞാൻ ഇരുന്നു, നാളെ വേറെ ആൾ എന്റെ മുമ്പിൽ വേറെ ആൾക്കാർ, ഇത് വെച്ച ആൾക്കാരുടെ നീയത്ത്, അവരുടെ സൂക്ഷ്മതയാണ് മെയിൻ ഏതൊരു കാര്യത്തിലും. ഇപ്പൊ ഞാനും പൈസ കൊടുക്കുമ്പോഴേക്കും നിങ്ങളും കൊടുക്കും, എല്ലാവരും കൊടുക്കും, നമ്മൾ ആരുടെ നിന്ന് പൈസ കിട്ടി നമ്മൾ മേടിക്കും പള്ളിക്ക് വേണ്ടി. പക്ഷെ അതിന്റെ നമ്മൾ ഹലാലും ഹറാമും നമ്മൾ നോക്കാറില്ല. നമ്മൾ പള്ളിക്കല്ലേ എന്നുള്ള രീതിയിൽ ആര് തന്നാലും നമ്മൾ മേടിക്കും നമ്മൾ. പക്ഷെ ഇതിന്റെ അകത്ത് എന്റെ ഓർമ്മയിൽ 100% സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിന്റെ ഒരു ബർക്കത്തും അതിന്റെ ഒരു സമാധാനവും അത് ഇവിടെ ഞാൻ നമ്മുടെ പള്ളി പോയിട്ട് ഞാൻ പറഞ്ഞത്, ഇവിടെ വരുന്ന മിക്കവാറും ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കുന്നതാണ്, ഇവിടെ വരുന്ന റാഹത്താണ്. ഞങ്ങൾ AC വഴിപ്പോ ഒരു 5-6 വർഷമായിട്ട് ഞങ്ങൾ AC ഒക്കെ പിടിച്ചിട്ട്, അതിനുള്ള AC ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. ഇവിടെ അത് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കല്ലുകളൊക്കെ കച്ചിന്ന് വന്ന കല്ലുകളാണ്. ഈ കല്ലുകളൊക്കെ മറ്റേ കച്ചിക്കല്ല് എന്ന് പറയുന്നത്. ഈ ഗുജറാത്തിലൊരു പ്രദേശമാണ് കച്ച് എന്ന് പറയുന്നത്. ആ ഒരു പ്രദേശത്ത് നിങ്ങൾ പോകും, അല്ലെങ്കിൽ ആ ഒരു പിതൃഭൂമി എന്ന രീതിയിലൊക്കെ വല്ല പോകാറുണ്ട് ഞങ്ങള്. ഞാൻ ബിസിനസ് ആയിട്ട് പോയതാണ് എല്ലാവരും. പിന്നെ ഇവിടെ നമ്മൾ ആൾക്കാർ ഇവിടുന്ന് പോകാറുണ്ട്, അവിടെ നിന്ന് ആൾക്കാരും കൂടെ വരാറുണ്ട്. കച്ചില് റാൺ ഓഫ് കച്ച് എന്ന് അറിയാം, കേട്ടോ. മറ്റേ ചരിത്ര ജാതികളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾ അവരുടെ ആൾക്കാരെ ഞങ്ങൾ സമ്പർക്കം ചെയ്യാൻ, അവരുടെ കുറെ ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മളെ എന്താ പറയാ AP-യുടെ നോളജ് സിറ്റി ഉണ്ട്, അവിടെ നിന്നുള്ള കുറെ അധികം കുട്ടികളെ ആ നോളജ് സിറ്റിയിൽ വന്ന് ഇപ്പൊ പഠിക്കുന്നതായിട്ട് ഞാൻ ഇപ്പൊ ഒരു വർഷത്തിന് മുന്നേ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ നോളജ് സിറ്റിയിൽ ഹിഫ്ദ് ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും ഭൗതിക വിദ്യാഭ്യാസം എല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ ഒരുപാട് പൗരാണിക പള്ളികളുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ പരിപാലിക്കണം എന്നറിയാതെ അതൊന്നുകിൽ തകർത്ത് കളയുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിന്റെ ഒരു പൗരാണിക വാസ്തുശൈലിയെ മറക്കുന്ന രീതിയിൽ മറ്റു പുതിയ സ്ട്രക്ചറുകളിലേക്കൊക്കെ അവർക്കൊക്കെ നമുക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ത് മെസ്സേജാണ് കൈമാറാൻ കഴിയുക? നമ്മൾ ഉള്ളത് നശിപ്പിക്കാതിരിക്കുക. അതെ, ഉള്ളത് നശിപ്പിക്കുക. ഏതായാലും ഈ പള്ളിയെ സംബന്ധിച്ച് പറയാനുള്ള ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിന്റെ മെയിൻ്റനൻസ് മാത്രം മതി. അത് സമയാസമയത്ത് മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ ഇതൊക്കെ അന്യം നിന്ന് വരുന്ന പള്ളി ഇതാണ്, ഇതൊക്കെയാണ് കുഴപ്പം. പറ്റും ഒരു വാർത്തപ്പള്ളി ആർക്കും വെക്കാം, നിലവിലുള്ളത് പൊളിച്ചു മാറ്റിയിട്ട് ആർക്കും വേണമെങ്കിലും വെക്കാം. വാർത്തപ്പള്ളി ആർക്കും വേണമെങ്കിൽ അതല്ല, പരമാവധി ഉള്ളത് നിലനിർത്തി കീപ്പ് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ സംഭവം ഉണ്ട്, ഇങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ഈ ഹൗദുകളൊക്കെ തന്നെ നിങ്ങൾ ഇവിടെ ഹൗദ ഉണ്ടായിരുന്നു, ഈ ഹൗദുകളൊന്നും ഇപ്പൊ ഒന്നുമില്ല. ആലപ്പുഴ ഇപ്പൊ 2-3 പള്ളികൾ ഇപ്പൊ ഇത് ഹൗദ് ഞങ്ങളിപ്പോ അത് വല്ലാണ്ട് ഉപയോഗിക്കുന്നില്ല, ഞങ്ങളത് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണാൻ മറ്റേ കുറ്റിച്ചിറയിൽ വലിയ ഹൗദ കണ്ടിട്ടുണ്ട്, ശരിയല്ല? നിങ്ങൾക്കറിയാം കോഴിക്കോട് ഞാൻ നമ്മൾ അവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പരമാവധി ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ ആരാണ് ഇപ്പൊ ഈ പള്ളിക്കാർ ഭാരവാഹികളും മറ്റുള്ള പള്ളി ഭാരവാഹികളും ഉള്ളത് നിലനിർത്തി പോവുക, അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. പിന്നെ ഒരു പള്ളി കമ്മിറ്റിക്കാരെന്ന് ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, എല്ലാവരും ഹറാമ നോക്കും മേടിക്കും, ഹറാം മേടിക്കുന്നൊന്നുമില്ല. പരമാവധി ഹലാലേന്, പരമാവധി അല്ല 100% ഹലാലേന് നമ്മൾ പള്ളിയുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. പള്ളിയുടെ നിർമ്മാണോട് വേണ്ടി എല്ലാം സുജൂതിന് സ്ഥലമാണ്. അവിടെ നമ്മൾ ഹറാമായിട്ട് നമ്മൾ കയറ്റി കഴിഞ്ഞാല് അതിന്റെ ശിക്ഷകൾ നാളെ പടച്ചിന്റെ ഭാഗത്ത് നിന്ന് അവർ ചെയ്ത ഈ ഭാഗത്തിന്റെ അതിന്റെ ശിക്ഷയായിട്ട് പടച്ചവിടെ കൊടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ മേടിക്കേണ്ടി വരും. ഈ ഹനഫി ഷാഫി എത്രമാത്രം ഹനഫി കമ്മ്യൂണിറ്റി ഇപ്പൊ കച്ചി മേമൻ സമൂഹം മാത്രമാണോ അതോ ഇവിടെ കുറെ റാവുത്തർമാരുണ്ട്? അവർ ഹനഫിയാണ്, അവരിവിടെ വരാറുണ്ട്. അവർക്ക് വേറെ മഹല്ല് ജമാഅത്ത് സമയം ഇവിടെ ഹനഫിക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവരിവിടെ മറ്റേ ഷാഫി മഹലുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരൊക്കെ പോകുന്നത്. ഏതായാലും വളരെ സന്തോഷം. നമ്മൾ ഈ ഒരു താനൂർ എന്ന് പറയുന്ന ഒരു ഇതുപോലത്തെ ഒരു പഴയ പള്ളിയൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്.
ആ പള്ളിയോടനുബന്ധിച്ച് നമ്മളൊരു അറബി കോളേജാണ്. ഉം. ഏകദേശം ഒരു പഴയ പള്ളി നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ഈ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റുന്നില്ല. അപ്പൊ ഏതായാലും ഇത് ഈ മാതൃകകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഏതായാലും കണ്ടതിലൊക്കെ വലിയ സന്തോഷം. ഇനി വീണ്ടും കണ്ടുമുട്ടാം.